ഹായ് മ്യൂസിക് ഐഡി ടീം. ഹലോ വ്യൂവേഴ്സ്. നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ നെഞ്ചിലേറ്റിയ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മ്യൂസിക്കൽ റിയാലിറ്റി ഷോ അമൃത സൂപ്പർ സ്റ്റാറിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല പെർഫോമൻസസ് ഇവിടെ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാർസ് എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ പെർഫോമൻസിന് മുമ്പായി നമുക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ശരത് സർ, അൽഫോൻസ് സർ ആൻഡ് മഹദി മാം, വെൽക്കം ജഡ്ജസ്. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ പെർഫോമൻസിലേക്ക് പോവാം. ആദ്യമായി ഒരു ഫിലിമി ഫോക്ക് സോങ്ങുമായി എത്തുന്നു ആമിന. சக்கர கட்டிக்கு சித்திர குட்டிக்கு சுப்பிரமணித்தம்மா பிள்ளையா வர போறாண்டா, பஸ்ஸில் ஏறி வராண்டா, வர போறாண்டா, ബസ്സിൽ ഏറി വരാണ്ടാ. ഫിലിമി ഫോക്ക് റൗണ്ടിൽ ഞാൻ ഈ പാട്ടാണ് പാടാൻ പോകുന്നത്. എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. கண்ணையே உங்ககிட்ட ஒப்படைக்கிறேன். அதுல எப்பொழுதும் மாநில கண்ணீர் தான் பார்க்கணும். கெட்டிமேல 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 நாத்தான் நடந்தது, கல்யாணமும் முடிஞ்சது. அங்கே வைக்கிற தோட்டத்தை தின்னுட்டு தனியா விடுங்க. பொண்ணோட மாப்பிள்ள பள்ளி ஏற போகணும், பாய வரைக்கணும், பால குடிக்கணும், கொஞ்சம் போறங்க. அட நானும் கூட பெண்களை பார்த்து வேணாமா, பொத்தி எடுத்து கொஞ்சம் வேணாமா. அட மாறு மேல ஏறிக்கிட்டு ஆட வேணாமா, ஒன்னு ரெண்டு தான் போக வேணாமா.
மாப்பிள்ளையா வர போறாண்டா பஸ்ஸில் ஏறி வராண்டா வர போறாண்டா பஸ்ஸில் ஏறி வராண்டா அத்த மகமா பிள்ளை அசவ ஜாம்பிள்ள அத்த மகமா பிள்ளை அசவ ஜாம்பிள்ள சாரி சொல்ல எல்லாம் அழைச்சு கட்டட்டும் சக்கரை கட்டிக்கு சூப்பர் மன்னித்த மாப்பிள்ளையா வர போறாண்டா பஸ்ஸில் ஏறி வராண்டா 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 ആമിനക്കുട്ടി എന്തോ ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ ആയിരുന്നല്ലോ, പക്ഷെ എന്നാലും മാനേജ് ചെയ്തു അല്ലേ? ചെയ്തില്ലേ? ചെയ്തു. അപ്പൊ നമുക്ക് കമന്റ്സിലേക്ക് പോവാം. ശരത് സാർ. ആമിന, എന്തോ ചിരിക്കാത്ത ആമിന മോളെ, ആദ്യത്തെ പി എടുത്ത് ഊതിയത് മുതൽ നിന്റെ സങ്കടമായിരുന്നു മൊത്തത്തില്. ചിരിക്കണ്ടേ? ഇതെന്താ പറയണ്ടേ, മംഗളവാദ്യമാണ്. നാദസ്വരം എടുത്ത് ഊതുന്നത് പറഞ്ഞ ഷേണായ അതല്ലല്ലോ, എത്ര വിഷമിക്കാൻ. അപ്പൊ അതില് മൊത്തം ഒരു ജിങ് ജിങ് പാട്ടാണിത്. അതെന്ത് പറ്റി മോക്ക്? ആ പി 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 എന്ന് പറഞ്ഞിട്ടാണോ പി 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 ഊതുന്നത്? മോള് സീരിയസ് ആവരുത്. അത് ഒരു തമാശയായിട്ട് ഒരു തമാശ പാട്ട് പോലെ എടുത്ത് പാടണം, അപ്പോഴാണെന്നൊരു രസം വരണേ. മോള് പാടുന്ന കണ്ട് സീരിയസ് ആയിട്ടാണ്. എന്നെ ഇപ്പം അച്ഛൻ അടിക്കാൻ വരുമല്ലോ, ദൈവമേ, ബാപ്പ ഇപ്പം കമ്പും കൊണ്ട് വരണുണ്ട്, നമ്മളെ രക്ഷിക്കീ എന്ന് പറഞ്ഞ് പാടുന്ന പോലെ മോള് പാടുന്നത് കേട്ടാ. അതൊക്കെ അങ്ങോട്ട് വിടാം. പിന്നെ ചരണം തുടക്കമൊക്കെ എന്ത് പറ്റി? വേറെ ട്യൂണൊക്കെ മോള് കമ്പോസ് ചെയ്തായിരുന്നു, അത് കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ വയസ്സിൻ്റെ പ്രോബ്ലമാണ്, അതൊക്കെ ശരിയായിക്കോട്ടെ കേട്ടോ. പിന്നെ മോളെ താളം, അത് അതിനകത്ത് നിൽക്കണ്ടേ? മോളിങ്ങനെ വലിയുന്നുണ്ട്. മോൾക്ക് മനസ്സിലായോ താളത്തിലൊന്ന് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോന്ന്? പിന്നെ എനിക്ക് ആ ഡയലോഗ് ഇഷ്ടമായി. എന്തായിരുന്നു മോള് പറഞ്ഞത്? അതൊന്നും കൂടെ പറയോ, ഒന്ന് കേൾക്കട്ടെ. ஆனந்தா, என் கண்ணையே உன்கிட்ட ஒப்படைக்கிறேன். அதுல எப்பொழுதும் ஆனந்த கண்ணீர் தான் பார்க்கணும். അടടടടട. അതിന് ശേഷമുള്ളത് അപ്പുറമാ ചൊല്ലു ചെൺപകം. എന്താണ് കട്ടി 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 ഗട്ടിമേണോ? കല്യാണത്തിന് ഒരാളുടെ ജീവിതം അവസാനിക്കുമ്പോൾ കൊട്ടുന്ന സാധനം അത് കേട്ടോ. അപ്പൊ അത് എനിക്കിഷ്ടമായി. പിന്നെ അതിനുശേഷം വന്നതും ഒരു ചപ്ലാച്ചി ലെവലിലായിരുന്നു കേട്ടോ. അത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു സാങ്കളം ഞാനും അഗതിയും വളരെ രസിച്ചു. കാര്യം അൽഫോൺസ് ഭക്തിയിലായിരുന്നു, അതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. മാപ്പിളയവര പോരാണ്ട എന്ന് പാടി മാപ്പിള, അത് മാപ്പിള അതിനകത്ത് അടക്കി മോള്. അതൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടോ. കുഞ്ഞെ എന്താ ചിരിക്കാത്ത പറഞ്ഞേ? അത് ലിറിക്സ് നല്ല ലിറിക്സ് ഒന്നും അല്ലായിരുന്നു മോളെ, വേറെ എന്തരോ ഒക്കെ നീ പാടി. അതൊക്കെ ലിറിക്സ് വിട്ടേക്ക്, അതൊക്കെ ഞാനിപ്പോൾ മറന്നു പോകും, തമിഴല്ലേ. മോള് ഇതിന്റെ ഒരു പാട്ടിന്റെ മൂഡ് എന്താണ്? മോക്ക് എന്താ കിട്ടിയത്? കല്യാണത്തിന് ഒരു സാരി കല്യാണത്തിന് മുമ്പ് ആ സമയത്ത് പാടുന്ന, കല്യാണത്തിന്റെ സമയത്ത് പാടുന്ന പാട്ടാണ്. അമിന, സോറി ഫോർ ദ ഇന്ററപ്ഷൻ. അമിന, ഇതിന്റെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാല് പാട്ട് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവില്ലേ, കുറച്ചെങ്കിലും എവിടേക്കെങ്കിലും തമിഴ് മനസ്സിലായ കല്യാണത്തിന് മുമ്പ് ആ ഹീറോയിന്റെ ഫ്രണ്ട്സ് ഒക്കെ കൂടി കളിയാക്കി പാടുന്ന പാട്ടാണ്. ഓക്കെ, അപ്പൊ കളിയാക്കുമ്പം അതിനെന്താണ് അതിനൊരു എന്താ പറയണ്ട, ഒരു തമാശയാണല്ലോ. നമുക്കൊരു കൂടുതൽ ഇപ്പം പരിപാടി നിന്നെ കെട്ടിക്കൊണ്ട് ഇവിടെ ഒരു കാത്തിരുന്ന് കേട്ടാ എന്ന് പറയുന്നതിനകത്ത് ഇപ്പം വരുമല്ലോ, നിന്നെ കൊണ്ടുപോകാൻ വരും, ഇപ്പൊ കേട്ടോളൂ, ഇപ്പൊ അവസാനിക്കും ജീവിതം കേട്ടോടി, അങ്ങനെ അല്ലല്ലോ. അതിന് മൊത്തം ഒരു പി അതെല്ലാം ഊത്തുപാട്ടാണ്. അപ്പൊ നമ്മൾ ഊതുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യമായിട്ട് വെക്കേണ്ടത് ഈ പാട്ടിൽ. അപ്പൊ മോൾ അതിന്റെ ഒരു ഫീൽ ഉൾക്കൊണ്ടില്ല. പിന്നെ അനവധി തെറ്റുകളുണ്ടായിരുന്നു കുഞ്ഞെ കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. എങ്കിലും എന്താ പറയട്ടെ, ആമിന താത്ത ആയതുകൊണ്ട് നമുക്കത് ഒരു കുഴപ്പമായിട്ട് വലുതായിട്ട് തോന്നിയില്ലെങ്കിലും മോളെ ശരിയായിക്കണം കേട്ടോ. അത് മാത്രം ശരിയാക്കുക, കാര്യം അതിനൊരു ഗ്രിപ്പ് വേണ്ടേ. താങ്ക് യു സർ. അൽഫോൻസ് സർ. അമിന കിടുങ്ങിയിരിക്കുകയാണോ? ഇതെല്ലാം കേട്ട് ഇങ്ങനെ കിടുങ്ങി നിൽക്കുവാണോ? കുറച്ച് അല്ലേ? അമിനയുടെ കുറച്ച് സ്ട്രെങ്ത് ഞാൻ പറയാം. ഞാൻ പാട്ട് കേട്ടപ്പോൾ അമിന ഈ പാട്ട് പാടുമ്പോൾ
ഓരോ വാക്കുകളും നല്ല ഉരുട്ടി നല്ല സ്ട്രെങ്തോട് കൂടി തന്നെയാണ് പറയുന്നത്. അതിൻ്റെ ഒരു കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഫോഴ്സ് വാക്കുകളിലുണ്ടായിരുന്നു. വാക്കുകൾ അതിൻ്റെ താളമൊക്കെ മറിഞ്ഞു പോയിരുന്നെങ്കിലും അതിൻ്റെ ഒരു സ്ട്രെങ്തോട് കൂടി, അതായത് ഒരു ചുമ്മാ ഒരു മെലഡി പാട്ട് പാടുന്ന പോലെയല്ല അത് പാടിയത്. അതിൻ്റെ ആ ഒരു പാട്ടിന് ആവശ്യമുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അനുപല്ലവിയിലാണെന്ന് തോന്നുന്നു തുടക്കത്തിൽ ഒന്ന് തെറ്റി അല്ലേ, തുടക്കം പിച്ചൊന്ന് മാറിപ്പോയെങ്കിലും മാനേജ് ചെയ്തു തിരിച്ച് അതിലോട്ട് വരാനായിട്ട്. അവിടെ ഇങ്ങനെ പകച്ചിങ്ങനെ നിന്നില്ല, എല്ലാം പോയി എന്ന് വിചാരിച്ചിട്ട് നിന്നില്ല, പക്ഷെ മാനേജ് ചെയ്തു. എന്നിട്ട് മാനേജ് ചെയ്ത് ബാക്കി കാര്യങ്ങളെല്ലാം കുറച്ച് കൊണ്ടുവരാനായിട്ട് നോക്കി. അതൊരു നല്ല കാര്യമാണ്, പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി പറഞ്ഞ എല്ലാ കാര്യങ്ങളോട് കൂടെ ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് അഫർമേഷനായിട്ട് തരുവാണ്. ഈ പാട്ട് നമ്മൾ എൻജോയ് ചെയ്യണം. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് തെറ്റിപ്പോയതിനെ പറ്റിയും ഇനി വരാൻ പോകുന്ന തെറ്റിനെ കുറിച്ചൊക്കെ ആലോചിച്ച് ഫുള്ള് ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുന്നൊരു അതിൽ നിന്ന് നമ്മൾ കുറച്ച് മാറണം, നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ മാറണം. പാട്ടങ്ങ് എൻജോയ് ചെയ്യണം. നമ്മളിവിടെ ഒരു കോമ്പറ്റീഷൻ ആണെന്നേ ആലോചിക്കണ്ട. ചെറുതന്നെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരു സീരിയസ് ആയിട്ടിരിക്കുന്ന ആളല്ലല്ലോ അല്ലേ? ആന്ന് പറയണോ അല്ലാന്ന് പറയണോ? അപ്പോൾ ഇതൊരു കോമ്പറ്റീഷനെ അല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ വന്ന് എൻജോയ് ചെയ്യുക. ആ പാട്ടിന് എന്ത് രസമാണ്, കുറേ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ പരിശ്രമിക്കണം കേട്ടോ. എനിവേ, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. മഹദി മാം. ആമിന, എന്തോ എന്ത് പറ്റി ആമിന? അറിയില്ല. എനിക്ക് ശരിക്കും സങ്കടം തോന്നി ആമിന കിടന്നവിടെ കഷ്ടപ്പെടുന്ന കാണാൻ. സീരിയസ്ലി, ഞങ്ങള് ശരത് സാറ് പറഞ്ഞ പോലെ ഞങ്ങൾ എൻജോയ് ചെയ്യാനാണ് വന്നിരിക്കണത്. എല്ലാവരും മ്യൂസിക്കലി ഫസ്റ്റ് ഫാൻസ് ഓഫ് മ്യൂസിക്, ഫാൻസ് ഓഫ് സോങ്സ്, ആൻഡ് പ്രത്യേകിച്ച് ഇതുപോലത്തെ പാട്ടുകളിൽ അമ്മയ്ക്ക് ഐ തിങ്ക് കുറച്ച് സീരിയസ്നെസ് കുറവാണെന്ന് തോന്നുന്നു. സോറി അമ്മിന, വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി വിത്ത് യുവർ പെർഫോമൻസ്. ടെമ്പോ ഒത്തിരി ക്ലാഷ് ഉണ്ടായിരുന്നു. അമ്മിനയ്ക്ക് ഒട്ടും ഫോക്കസ് ഉണ്ടായിരുന്നില്ല. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. സോ പ്ലീസ് ബി സീരിയസ്. എത്രയോ ആസ്പയറിങ് സിംഗേഴ്സ് എന്നാണ് അമ്മിനെ ചൂസ് ആയിരിക്കുന്നത്. അമ്മിനുള്ള പൊസിഷനിൽ വേറൊരു കമ്പീറ്റൻറ്റ് സിംഗറിനുള്ള ഒരു ചാൻസാണ് അമ്മിനയ്ക്ക് കിട്ടിയിരിക്കുന്നത്, റൈറ്റ്? സോ അതിന് യു ഹാവ് ടു ഷോ സം സിൻസിയറിറ്റി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. അപ്പോൾ ആമിന മാം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സിംഗേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? അതിൽ നിന്ന് ചൂസ് ചെയ്യപ്പെട്ട ഒരാളാണ്. അപ്പൊ അതിന്റെ ഒരു സീരിയസ്നെസ് നമുക്ക് വേണം അല്ലേ? അപ്പൊ നമുക്ക് മാർക്സ് അറിയാം. ശരത് സർ ഔട്ട് ഓഫ് 25. മോളെ, നമ്മളെ എങ്ങനെ വിഷമിപ്പിക്കരുത് നീ കേട്ടാ. കാര്യം മോൾക്ക് അറിയാമല്ലോ ഇപ്പൊ എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത് നിനക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ വിഷമമുണ്ട് എങ്കിലും 17 ഔട്ട് ഓഫ് 25. അൽഫോൻസ് സർ ഒരു പ്രോത്സാഹനമായിട്ട് 17.5. 17.5 ഔട്ട് ഓഫ് 25. മഹദി മാം 17 ഔട്ട് ഓഫ് 25. അപ്പോൾ ടോട്ടൽ മാർക്സ് 51.5 ഔട്ട് ഓഫ് 75. അത്ര നല്ല മാർക്സ് എല്ലാം അത് ആമിനയ്ക്ക് തന്നെ നന്നായിട്ട് അറിയാം. അപ്പൊ ആമിനക്കുട്ടി, ഇനിയുള്ള റൗണ്ട്സിൽ നല്ല മാർക്സ് മേടിക്കോ? ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമായി. ഇനി ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആക്കാൻ വേണ്ടി ഫുൾ എനർജിയിൽ നല്ലൊരു പാട്ടും കൊണ്ട് വരില്ലേ? സൂപ്പർ സ്റ്റാറിന്റെ ഈ വേദിയിൽ ഇനി ആരാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്ന് അറിയണ്ടേ? അതിനുവേണ്ടി യു ഹാവ് ടു സ്റ്റേ ട്യൂൺഡ്. വിൽ ബി റൈറ്റ് ബാക്ക് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. We are back on Amrita Superstar. അടുത്ത പെർഫോമൻസ് നമ്മുടെ ബാൻഡ് മസ്തി റൗണ്ടിൽ ഒരു അടിപൊളി സോങ്ങുമായിട്ട് വരുന്നു. അഞ്ജു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ മെലഡി റൗണ്ട് എല്ലാവരും കണ്ടല്ലോ അല്ലേ? ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നത് കാരണം ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്ക് പാടാൻ പറ്റിയിട്ടില്ല. ഇനി അടുത്തതായി ഞാൻ ബാൻഡ് മസ്തി റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഇളയരാജ സാറിൻ്റെ ഒരു അടിപൊളി സോങ്ങുമായിട്ടാണ് ഞാൻ വരുന്നത്. എല്ലാവരും കാണണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. താങ്ക് യു. താലാട്ട് താലാട്ടാ? താലാട്ട്
எனக்கு இப்படித்தான் தெரியும். இஷ்டம் இருந்தா கேளு, இல்லனா நீயே பாடு. என்ன? சரி சரி பாடி தொலை. ஆரேரோ ஆராரோ ஆரிரரோ கண்ணு திறக்கணும் சாமி, கைய பிடிக்கணும் சாமி, கண்ணு திறக்கணும் சாமி, கைய பிடிக்கணும் சாமி, இது வான பாக்குற பூமி, வந்து சேர்ந்து விளக்கல காமி, கண்ணு திறக்கணும் சாமி, கைய பிடிக்கணும் சாமி, கண்ணு திறக்கணும் சாமி, கைய பிடிக்கணும் சாமி. வாலிபா வாடுமே வாடையோ கூடுமே, சாமியா கூடினா சங்கடம் ஓடுமே, வாலிபா வாடுமே வாடையோ கூடுமே, சாமியா கூடினா சங்கடம் ஓடுமே, தயக்கமாகாது தாமதம் கூடாது, தேகந்தான் வாடுதே வாங்களே, அருள் தரும் திருக்கடலே, அறுக்குது என் உடலே, மோக தீர மோட்சம் தராயோ, தேனாண்டி அம்பள பாவம், வாங்காத என்னோட சாபம், தேனாண்டி அம்பள பாவம், வாங்காத என்னோட சாபம், களையாது ஏத்தவும் அடியே, இறங்காது பாய்மர கொடியே, தேனாண்டி அம்பள பாவம், வாங்காத என்னோட சாபம். மித்தனா போடுறே பித்தனே ஓடுவா, முத்தமே மாலையாய் மொத்தமா சூடவா, மித்தனா போடுறே பித்தனே ஓடுவா, முத்தமே மாலையாய் மொத்தமா சூடவா, பக்தி மாறாத பஜனையும் நிற்காது, என்னை ஹத்தினாத மயிலே, பிடிச்சது பிடிச்சது தான், புரிஞ்சுக்கோ ஏன் குணந்தா, மாறி மாறி போக மாட்டேடி, கண்ணை திறக்கணும் சாமி, கைய பிடிக்கணும் சாமி, கண்ணை திறக்கணும் சாமி, கைய பிடிக்கணும் சாமி, இது வான பாக்குற பூமி, வந்து சேர்ந்து விளக்கல காமி, கண்ணை திறக்கணும் சாமி, கைய பிடிக்கணும் சாமி, கண்ணை திறக்கணும் சாமி, கைய பிடிக்கணும் சாமி. അഞ്ജു ചേച്ചി എന്തായിരുന്നു ഇത്? എന്തോ എന്തോ കഴിഞ്ഞ പെർഫോമൻസിൽ ഇങ്ങനെ നാണം കുടുങ്ങി വന്ന് വളരെ മെലോഡിയസ് ആയി പാടിപ്പോയിട്ട് ഇപ്പൊ എല്ലാവരുടെ അടുത്തും പോയി ഡാൻസ് ചെയ്തു. ബാൻഡില് നമ്മുടെ ജെക്ക് എല്ലാവരുടെ അടുത്തും പോയി ഡാൻസ് ചെയ്തു. ചേച്ചി ജെക്ക് മൈൻഡ് ചെയ്തില്ല അല്ലേ പോയപ്പോ? ഇല്ലേ? ഭയങ്കര സീരിയസ് ആയിട്ട് അവിടെ എന്തോ ഇങ്ങനെ പ്ലേ ചെയ്തോണ്ടിരിക്കായിരുന്നു. അപ്പൊ പോയിട്ട് അയ്യോ അത് ഡിസപ്പോയിന്റ്മെന്റ് ആയി അല്ലേ? ഇല്ല അങ്ങനൊന്നുമില്ല, ഞാനത് ശ്രദ്ധിച്ചില്ല. അതെയോ? ആരും ശ്രദ്ധിക്കുന്നില്ല, ഇത് ചെയ്യണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യായിരുന്നോ? ചേട്ടൻ ഓൾറെഡി വായിച്ചുകൊണ്ടിരിക്കുകയാണോ, ആ. ഞാൻ അങ്ങനെ പോയി പോയി. അപ്പൊ അവിടുന്ന് ശ്രദ്ധിച്ചോ എനിക്കറിയില്ല, പിന്നെ അങ്ങോട്ടേക്ക് പോയി. പിന്നെ ഇതില് എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താണ്? ഋത്വിക്. അതെ അതെ സാമിയാണ്. കറക്റ്റ് ഇങ്ങനെ തമിഴ് സ്ലാങ്ങിൽ ഇങ്ങനെ ഡയലോഗ്സ് വരുന്നുണ്ടായിരുന്നു അവിടുന്ന് അല്ലേ? അപ്പൊ ഒരു നല്ല കൈഡി കൊടുക്കൂ നമ്മുടെ ബാൻഡിനും ഋത്വിക്കിനൊക്കെ.
ഞാൻ കംപ്ലീറ്റ് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ എല്ലാ സ്റ്റേജൊക്കെ നന്നായിട്ട് യൂസ് ചെയ്തു എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ജഡ്ജസിന് എന്താ തോന്നിയതെന്ന് നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം അല്ലേ? ശരത് സാർ. അഞ്ജു സർ നന്നായിരുന്നു. അതിനിടയിൽ ശരത് സാറിനോട് എന്തോ ഒരു ഡയലോഗ് പറഞ്ഞു. അത് പക്ഷെ സത്യം ഈ എന്താ പറയണ്ടേ, ഈ സത്യങ്ങൾ വരുമെന്ന് പറയത്തില്ല. ആ കറക്റ്റ് ആ സമയത്തൊക്കെ അല്ലേ ശരത് സാറിന്റെ അടുത്തേക്ക് എത്തി. അത് മനസ്സിൽ വെച്ച അർത്ഥം വേറെയും പറഞ്ഞത് വേറെ ആയിപ്പോയി. പറഞ്ഞതാ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതെ അല്ലേ? അതെ, എന്താ പറഞ്ഞത്? വേണാണ്ടി ആമ്പളെ പാവം എന്ന് പറഞ്ഞ എന്നെ കാണിച്ച എന്റെ അടുത്ത് വേണാണ്ടി എന്ന് പറഞ്ഞത്. ആണോ? എന്നെ എടീന്നൊക്കെ വിളിച്ചു. എടീന്ന് വിളിച്ചു. മഹതി എടീന്ന് വിളിച്ചവരാരും പിന്നെ മഹതി അങ്ങനെയല്ല, മാമിന്റെ അടുത്ത് സാറ് പാവാന്നാ പറഞ്ഞേ. അത് എടീന്ന് വിളിച്ചിട്ടാന്ന് പറയുന്നത്. വേണ അമ്മ എനിക്ക് അറിഞ്ഞൂടെ മോളെ? എന്തൊക്കെയായാലും കൊള്ളാം. വികാര നിർഭരമായിട്ടൊരു പ്രസന്റേഷൻ ആയിരുന്നു. എനിക്കൊരു ഈ തുടക്കത്തില് അങ്ങനെ ഒരു ഐറ്റം ഉണ്ടായിരുന്നോ? അത് കളഞ്ഞോ? അത് പാടിയില്ലല്ലോ. ഇല്ല. അപ്പൊ ഞാൻ എന്തായിരുന്നു, ഉറങ്ങിയോ? അത് പാടി. അത് ഏതോ ഒരു സ്വപ്നലോകത്തായിരുന്നു മോളെ ഞാൻ. അത് ശരി, ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. മൊത്തത്തിൽ കൊള്ളായിരുന്നു. അതിന്റെ ആ പാട്ടിന്റെ ഒരു മൂഡ് അഞ്ചു മനസ്സിലാക്കി പാടിയിട്ടുണ്ട്. ഈ ഫിലിം കണ്ടാണോ? ഇല്ല, ഫിലിം കണ്ടിട്ടില്ല. പാട്ട് പാട്ട് കണ്ടിട്ടുണ്ട്. അത് മതി, കണ്ടല്ലേ? ശരി, ഓക്കെ. അപ്പൊ അത് നന്നായിട്ടുണ്ട്. അത് ഒരു വട്ടമൊക്കെ ഇന്ററാക്ട്. എനിക്കൊരു കാര്യം മാത്രം എന്താണ് പറഞ്ഞത്, വാലിബം വാടുമേ വാടയും കൂടുമേ എന്ന് പറഞ്ഞിട്ട് വില്യമിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. വില്യം കുളിച്ചിട്ടില്ലേ? എന്താണ് സംഭവിച്ചത്? എന്താണ് പറയൂ. അല്ല, എല്ലാം പറയണമല്ലോ. എനിക്കിട്ട് വെച്ചു, മാമിനിട്ട് വെച്ചു, അൽഫോൺസ് ചുമ ആയതുകൊണ്ട് വെച്ചതുമില്ല. വില്യമിന്റെ ആണല്ലോ ഇവരുടെ ഫേവറേറ്റ്. അപ്പോ അൽഫോൺസ് സാറിന് നമ്മളൊന്നും വാടുമേ വാടയോ കൂടുമേ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്താണ് പറയൂ, എനിക്ക് ഉത്തരം പറയൂ. ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷനും കൂടെ വേണം. പറയൂ. അല്ല, കൃത്യം ആ സമയത്ത് ചെന്നപ്പോ അവിടെ ചെന്ന് എന്തിനാ അത് പാടിയത്? വില്യം നല്ലൊരു പാവം ചെക്കനാ. ഇനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? അങ്ങനെ തോന്നി. അയ്യേ വില്യമേ. ശരി, പോട്ടെ. വാടയെന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ് കേട്ടതുമില്ല. അത് മണമാണ്. പിന്നെ വേണാണ്ടി ആമ്പളെ പാവം എന്നെ നോക്കി പറഞ്ഞു. അതൊക്കെ എനിക്ക് ഇഷ്ടമായി. ശരി. ആക്ച്വലി ടോട്ടൽ കൺഫ്യൂഷൻ ആണ്. വേണാണ്ടി ആമ്പളെ പാവം. ആമ്പളെ പാവം എന്ന് പറഞ്ഞാ അങ്ങനെ എടുക്കാം. ആമ്പളയുടെ അവരെ ദ്രോഹിച്ചിട്ടുള്ള ഒരു പാവല്ലേ അതാ ഈ ഉദ്ദേശിക്കുന്നത്. ആമ്പളങ്ങൾ മഹാപാപികളാണ്. വെച്ചോ മൈക്ക്. അത് മെയില് പാടുന്ന ലൈനാണ്. അതാണ് അങ്ങനെ മൊത്തം കുളമായിപ്പോയത്. കുഴപ്പമില്ല. എങ്കിലും മൊത്തത്തിൽ ഒരു ഓളം ഉണ്ടായിരുന്നു അല്ലേ? പ്രത്യേകിച്ച് അൽഫോൺസിന് ഭയങ്കര ഒരു രസത്തിൽ ഇവിടുത്തെ തുള്ളുമായിരുന്നു. എന്നെ നുള്ളിയൊക്കെ ചെയ്ത് എൻ്റെ ഇടയ്ക്ക് 2-3 അപ്പൊ എന്തൊക്കെയാലും എനിക്കിഷ്ടമായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അൽഫോൺസ് സർ. അഞ്ജു സർ കൊള്ളായിരുന്നു. താങ്ക് യു സർ. കൊണ്ടേനെ. പിന്നെ ഒരു സാമി ഇവിടെ കണ്ടിരിപ്പുണ്ടായിരുന്നല്ലോ. അത് സാമിയാണോ ആസാമിയാണോ എന്നുള്ളതാണ്. എന്തായാലും സാമി കൊള്ളാം, ഭാവിയുണ്ട്. നല്ല എക്സ്പീരിയൻസ് അല്ലേ? അപ്പോ എന്തായാലും കൊള്ളായിരുന്നു അഞ്ജു. നല്ല ലൈവ്ലി പെർഫോമൻസ് ആൻഡ് കോൺഫിഡൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഒരു പതർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തു. എത്ര വർഷമായി ഇത് പാടാൻ തുടങ്ങിയിട്ട്? ഇത് അഞ്ജുവിന്റെ ഒരു മാസ്റ്റർ പീസ് ആണോ? കാര്യം വെച്ചാൽ അത്രയും ഷുവറായിട്ട് കുറച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു പാട്ടാണെന്ന് തോന്നുന്നു അല്ലേ? വെരി ഗുഡ്. കോസ്റ്റ്യൂമും വളരെ നന്നായിട്ടുണ്ട്. ഇത് സ്പെഷ്യലായിട്ട് ഇതിനു വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്താണോ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഈ പാട്ടിന് കോസ്റ്റ്യൂം ചേർന്നതായതുകൊണ്ട്. ഓക്കെ, വെരി നൈസ്. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു സർ. മഹദി മാം. അഞ്ജു വെരി നൈസ് പെർഫോമൻസ്. അഞ്ജു താങ്ക് യു. എനിക്ക് ഉമ്മ തരാൻ. താങ്ക് യു. എടീന്ന് വിളിച്ചു ഉമ്മയെന്നു. ഇതെന്തത്? അതാ പാട്ടുള്ളതല്ലേ മാം? ഓക്കെ, ബ്യൂട്ടിഫുൾ. എനിക്ക് വളരെ ഇഷ്ടമായി. അടിച്ചു പൊളിച്ചു അഞ്ജു. ശരിക്കും ഭയങ്കര എൻജോയ്മെന്റ്. ആ കള്ളസ്വാമിയുടെ ഇന്ററാക്ഷനും സൂപ്പർ ആയിരുന്നു. എന്തൊക്കെ പേരാ.
ഐ തിങ്ക് ഡയലോഗ്സ് വൈസ് സോങ് ഡെലിവറി വൈസ് അഞ്ജുന് ഒരു ഇൻഹിബിഷൻസും ഉണ്ടായിരുന്നില്ല. ദാറ്റ്സ് വാട്ട് വി വാണ്ട് ഫോർ എ സോങ്, റൈറ്റ്? അയ്യോ ഞാൻ ഈ എക്സ്പ്രഷൻസ് ഒക്കെ കൊടുത്താൽ ഒരു ചമ്മലായിരിക്കും എന്ന് പറയാം, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അഞ്ജുന്. സൂപ്പറായിട്ട് പാടി. എനിക്ക് ശരിക്കും ഐ തിങ്ക് ഫസ്റ്റ് ചരണം പിത്തനെ ഓടിവാ, ആ പിത്തനയിൽ തന്ന ലാഫ്റ്റർ എനിക്ക് വലിയ ഇഷ്ടമായി. ഓക്കെ, വെരി നൈസ് അഞ്ജു, കീപ് ഇറ്റ് അപ്പ്, റോക്കിംഗ് പെർഫോമൻസ്. താങ്ക് യു മാം. ഓ എന്തൊരു നല്ല കമന്റ്സ് ആണ്. സന്തോഷായില്ലേ? ഹാപ്പി അല്ലേ? അപ്പൊ നമുക്കിനി മാർക്സ് അറിയാം. അറിയാം. ശരത് സർ, യെസ്, എത്ര മാർക്സ് ആണ്? എത്ര വേണം? സാറിന്റെ ഇഷ്ടം. അത് നടക്കത്തുള്ളൂ. അത്രേ ഞാൻ ഉള്ളൂ. നമ്മൾ ചോദിക്കുകയാണ് വെറുതെ ചോദിക്കുന്നു. രസത്തിന്. പറയൂ, എത്ര നമ്മൾ പെർഫോം ചെയ്താൽ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, ഇതിന് ഇത്രയും കിട്ടിയാൽ കൊള്ളാം. നമ്മളത് എന്നോട് ചോദിക്കുന്നു സർ എത്രയാ? വിവരമുള്ള ആരെങ്കിലും എടുത്ത് ചോദിക്കണം പ്ലീസ്. വിവരമുള്ള ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കല്ലേ, പിന്നെ എന്താ ചെയ്യാ? പറയൂ അഞ്ജു. 22, 3, ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട്, പിടിച്ചു കയറി. 23 മാർക്സ്. 23 out of 25. Great. Alphonse sir. 2, 3. 23 again out of 24. Mahadima. 3.5. 23.5 on 25. Total marks എത്രയാണ്? 69.5. ഹാപ്പി അല്ലേ? ഫുൾ ഹാപ്പി അല്ലേ? അപ്പോൾ ഇനി ഈ സ്റ്റേജിൽ ഒരു പെർഫോമൻസ് കൂടിയാണുള്ളത്. അപ്പോൾ മുന്നത്തെ ഒരു സോങ്ങിൽ നിന്നും ഈ ഒരു സോങ്ങിലേക്ക് വന്നപ്പോൾ ഈ സോങ്ങിന് വേണ്ട എല്ലാ എലമെന്റ്സും ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ലൊരു ചേഞ്ച് ആയിരുന്നു. ഭയങ്കര എല്ലാവരേറ്റും എല്ലാം ഇൻവോൾവ് ചെയ്ത് എല്ലാവരെയും ഇതിൽ ചേർത്തങ്ങ് പാടി. അതുകൊണ്ടാണ് ഇത്ര നല്ല മാർക്സ് കിട്ടിയത്. അപ്പോൾ ഇനി വരുമ്പം ഇതിലും നല്ല മാർക്സ് വേണം. ഓക്കെ, അപ്പം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓവർ കോൺഫിഡൻസ് ഒന്നും ആയി പോവരുത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അടുത്ത സ്റ്റേജിൽ കാണാം. ഓക്കെ. അപ്പോൾ അഞ്ജുവിന്റെ ഒരു തകർപ്പൻ പ്രകടനം കഴിഞ്ഞു. ഇനി വളരെ മെലോഡിയസ് ആയ ഒരു പാട്ടും കൂടി ഇന്നത്തെ എപ്പിസോഡിൽ ബാക്കിയുണ്ട്. അതിനു മുമ്പ് അമൃത സൂപ്പർ സ്റ്റാറിൽ നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. വെൽക്കം ബാക്ക് എവ്രിവൺ. അമൃത സൂപ്പർ സ്റ്റാർ. ബി എ സ്റ്റാർ, എ സൂപ്പർ സ്റ്റാർ. അടുത്തതായി ഒരു മെലോഡിയസ് പെർഫോമൻസ് ആണ്. അതിനുവേണ്ടി നമുക്ക് ക്ഷണിക്കാം ഹരിപ്രിയ. കാണാമുള്ളാരുൾ നീരും നോവാ
വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ് ആണ് അല്ലേ, ഒരു സൂപ്പർ ഹിറ്റ് സോങ് ആണ് ആക്ച്വലി. എങ്ങനെ തോന്നി? നല്ല ഭംഗിയുണ്ട് കോസ്റ്റ്യൂം, നല്ല കോമ്പിനേഷൻ ആണ്, വൈറ്റ് ആൻഡ് പിങ്ക്. നല്ല ഭംഗിയുണ്ട് കാണാൻ, പാടുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നി ഇങ്ങനെ ആലോചനയായിരുന്നു, അതിന്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മൾ പാടാത്ത ആ സമയത്ത്, ഇങ്ങനെ ഇനി എന്താ വരാൻ പോകുന്നത് ഇങ്ങനെ ആലോചിക്കായിരുന്നു എന്ന് തോന്നി എനിക്ക്. പക്ഷെ അതെ അല്ലേ, ഇറ്റ്സ് ഓക്കെ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു പാട്ട് കേൾക്കാൻ. അപ്പൊ നമുക്ക് കമന്റ്സിലേക്ക് പോവാം. ശരത് സാർ. ഹരിപ്രിയ, നല്ല പാട്ട്, നന്നായിട്ട് പാടി. എങ്ങനെയുണ്ട് അസുഖമൊക്കെ? കുഴപ്പമില്ല. അസുഖോ? ഇപ്പൊ സുഖമായോ? ഇല്ല, സുഖമായിട്ടില്ല, എന്നാലും ബെറ്റർ ആണെന്നാണ്. ഗുഡ്. മോളെ, എനിക്ക് ആ ലിറിക്ക് മനസ്സിലായില്ല ആദ്യം. എന്താണ് അതിന്റെ തുടക്കം? കാണാമുള്ളാൽ ഉൾനീറും നോവാണ് അനുരാഗം. അതപ്പോ കൃത്യമായിട്ട് പറയണ്ടേ. ഉൾനീറുന്നൊന്നും ഒന്നും മനസ്സിലാകത്തില്ല. അന്ന് കേക്ക് മോളൊന്ന് പറഞ്ഞ കൃത്യമായിട്ട്. കാണാമുള്ളാൽ ഉൾനീറും. ഉൾനീറും. അങ്ങനെ ഇത്ര ബലം പിടിക്കണ്ട കേട്ടോ. അതിന്റെ ഇതങ്ങ് പോകും. ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ ക്ലാരിറ്റി. പിന്നെ മോളെ കുറച്ചും കൂടെ നോട്ട്സിന്റെ ക്ലാരിറ്റി. ഇനി വയ്യാത്തോണ്ടാണോന്ന് അറിഞ്ഞൂടാ. അതെ സാർ, അറിഞ്ഞൂടാ. ഇനി എനിക്ക് കമന്റ് ഒന്നും ഇല്ല. എന്നാ പിന്നെ ഞാൻ വെച്ചേക്കാം മൈക്ക്. മോളെ, അത് കുറച്ചും കൂടെ നോട്ട്സിന് ക്ലാരിറ്റിയും അതുപോലെ സംഗതികൾക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ പാടുമ്പോൾ. പിന്നെ അസുഖമൊക്കെ ഭേദമാവട്ടെ, ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഓൾ ദി ബെസ്റ്റ്. നല്ല ജ്ഞാനസ്ഥയാണ് മോള്, അത് പറയാതിരിക്കാൻ വയ്യ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സർ. അൽഫോൻസ് സർ. ബിജുവാലിൻ്റെ ഒരു നല്ലൊരു പാട്ടാണ്, എനിക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ബിജുവാലിന് സ്പെഷ്യൽ എൻ്റെ ഒരു സ്നേഹം അറിയിക്കുകയാണ്. നല്ല ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ശരത്തേട്ടൻ പറഞ്ഞ എൻ്റെ കൂടെ കൂട്ടി പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഇതിനകത്ത് പറയുന്നുണ്ടല്ലേ, ഒരു അനുരാഗത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലേ ഈ പാട്ടില്. എന്ത് അനുരാഗമാണ്? കാണാമുള്ളാൽ ഉൾനീറും അനുരാഗം അല്ലേ? ആ, പക്ഷെ എനിക്കൊരു അനുരാഗം തോന്നിയില്ല മോളെ ഈ പാട്ടിനകത്ത്. അത് ചിലപ്പോൾ സ്ട്രെയിൻ കൊണ്ടാകാം. ഒരു പാട്ടിന്റെ എനിക്ക് തോന്നിയത് വെച്ചാൽ പാട്ടിനെ കുറിച്ചുള്ള നല്ല ജ്ഞാനമുണ്ട് അതിൽ. സംഗതികൾ എങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് വരുന്നു, അതെല്ലാം എങ്ങനെയൊക്കെയാ പോകുന്നതെന്നുള്ളതിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഭാവം ശരിക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഹൃദയത്തിലേക്ക് കുറച്ചും കൂടി കൊണ്ടുവരണം. പല സ്ഥലങ്ങളിൽ കുറച്ച് പച്ചയ്ക്ക് പാടി പോലെ എനിക്ക് തോന്നി. എല്ലാ സംഗതികളും കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ആ പാട്ടിൻ്റെ ഉള്ളിൽ എന്താണ് ആ പാട്ടിൻ്റെ മൂഡ് എന്നുള്ളത് കുറച്ചും കൂടി വരണമായിരുന്നു എന്ന് തോന്നി. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു ഫീൽ വൈസ് ഉള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നിയത്. ബാക്കി അറ്റയർ കോസ്റ്റ്യൂമൊക്കെ നല്ലതായിരുന്നു, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സർ. മഹദി മാം. ഹരിപ്രിയ നന്നായി പാടി. ഹരിപ്രിയ, ഹരിപ്രിയയുടെ ചില സംഗതീസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നു. ഓക്കെ, ചില സ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടായിരുന്നു. കുറച്ച് ആ ആലാപ്പിന്റെ ആ അവസാനത്തെ ആ ബിറ്റ് മാത്രം പോയുള്ളൂ. പക്ഷെ അതിന് മുമ്പ് പാടിയിരുന്നതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ചരണത്തില്. കീപ് ഇറ്റ് അപ്പ്. സോ നോട്ട്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. ആൻഡ് അഗൈൻ ഹെൽത്ത് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ടേക്ക് കെയർ. താങ്ക് യു മാം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഹാപ്പിയാണ്. ചെറിയ ഫീൽ ഈ പറഞ്ഞതുപോലെ ഇടയ്ക്ക് നമ്മൾ ലിറിക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തു, സംഗതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പം ആ സമയത്ത് കുറച്ച് ഫീൽ ആണ് പ്രശ്നം പറഞ്ഞിരിക്കുന്നത്. അപ്പം അതെന്തായാലും ഇനി അടുത്ത പെർഫോമൻസിന് വരുമ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് ഇതൊക്കെ ഓവർകം ചെയ്തിട്ട് വരില്ലേ? യെസ്, ഹാപ്പി അല്ലേ? അപ്പം നമുക്ക് മാർക്സ് ചോദിക്കാം. ശരത് സർ മാർക്സ്. ഹരിപ്രിയ 20 മാർക്സ്. 20 out of 25. അൽഫോൻസ് സർ. ഞാൻ 19.5 വിചാരിച്ചേ, എങ്കിലും ഒരു പ്രോത്സാഹനമായിട്ട് 20 മാർക്സ്. 20 out of 25. മഹദി മാം 19.5. 19.5 out of 25. അപ്പോൾ ടോട്ടൽ മാർക്സ് 59.5 ആണ്. ഇതേ മാർക്ക് തന്നെയായിരുന്നു തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന പെർഫോമൻസിലുണ്ടായിരുന്നത് അല്ലേ? അപ്പം നമുക്കിനി മുകളിലോട്ട് പോകണം.
അപ്പോൾ എന്തായാലും നല്ല കോംപ്ലിമെന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ മിസ്റ്റേക്സേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്ത് നന്നായി പ്രാക്ടീസ് ചെയ്ത് ഇനിയും നല്ല മാർക്സ് മേടിക്കുക. ഓക്കെ, റെഡിയല്ലേ? റെഡിയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ 3 മനോഹരമായ പെർഫോമൻസസ് ആണ് ഉണ്ടായിരുന്നത്. എല്ലാ പെർഫോമൻസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ആവേശഭരിതമായ മറ്റൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരേക്കും ടാറ്റ, ബൈ ബൈ ഫ്രം ദ ഹോൾ ടീം ഓഫ് അമൃത സൂപ്പർ സ്റ്റാർ.